ഇപ്പൊ മഹദി ഇമാം ഇപ്പൊ വന്നിട്ടുണ്ടോ ജനിച്ചിട്ടുണ്ടോ അള്ളാഹു ആയാലും ഒരു ഫാത്തിഹയൊക്കെ ഡെയിലി ഓതിക്കോളി. അള്ളാഹുവരുടെ മദത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എന്താ, 40 കൊല്ലം കഴിയുമ്പോഴേ ആർക്ക് മഹദി ഇമാമാണെന്ന് തിരിച്ചറിവുണ്ടാവുള്ളൂ. അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം ഇരിക്കും. പരിശുദ്ധമാക്കപ്പെട്ട റുക്നുൽ യമാനിന്റെയും മഖാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം വന്നിരിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു രാത്രിയിലായിരിക്കും അത്. ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും, അഥവാ ആദ്യമായിട്ട് മദീനക്കാർ, പിന്നെ മക്കക്കാർ, പിന്നെ ഇറാഖികൾ, പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വന്ന് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ അതിനാണ് ഓർമ്മപ്പെടുത്തിയത്. ആദ്യം തന്നെ ഇതങ്ങോട്ട് പറഞ്ഞത് അതന്നെയാണ്. കുറച്ച് ദുആകൾ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തെ പറ്റി നിങ്ങളോട് വിശദീകരിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യൻജു മിൻഹാ ഇല്ലാ മൻ നജാ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. സമുദ്രത്തിൽ അകപ്പെട്ടതാകുന്ന മനുഷ്യൻ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോട് കൂടിയല്ലാതെ പറയൂല, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. നീന്തലറിയാത്തവൻ നിഷ്കളങ്കതയോടുകൂടി പറയൂല. ആ നിഷ്കളങ്കതയായിരിക്കണം നിങ്ങളുടെ ദുആയിൽ ഉണ്ടാവേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് സമയം? ദുആയില്ല. നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? സഹാബത്തെ സലാസു ദഅവാതിൻ മുസ്തജാബ, 3 പ്രാർത്ഥനകൾക്ക് വല്ലാതെ ഉത്തരം ലഭിക്കുന്നതാ. 3 പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഉത്തരം ലഭിക്കുന്നതാണ്. അതിലൊന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് ഫീ ദുബരി കുല്ലി സ്വലാത്ത്, എല്ലാ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള ഉടനെയുള്ള പ്രാർത്ഥനയാ. അതിന് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. നരകം അത്രമേൽ പ്രധാനമായ സംഗതി ആയതുകൊണ്ടാണ് അതിനെ ഇത്രത്തോളം ദുആകൾ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സമയം കഴിഞ്ഞ എത്ര നേരമായി? ഇപ്പൊ തുടങ്ങിയിട്ട് എത്രയായി? 1.5 മണിക്കൂറായി. നിങ്ങൾ സമയം പോയത് അറിഞ്ഞ? ഇല്ല. അതാണ് 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാ. +2 പീരീഡ് ഏകദേശം എത്രയാണ്? +2 എത്രയാ? ഒരു പീരീഡ് എത്ര മണിക്കൂറാ? അത് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വേണ്ട ഞങ്ങളോട് പോയി. +2 പീരീഡ് എത്രയാണ്? 1 മണിക്കൂർ, 1 ഹവർ അല്ലേ? 1 മണിക്കൂറാണ്. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, ഇതൊക്കെയാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പീരീഡ്. എന്താ അങ്ങനെ വെക്കാൻ കാരണം? ഈ 3/4 മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ ഒരു സാറിന് പോലും ഒരാളെ പിടിച്ചിരുത്താം, ഒരു കുട്ടിയെ പിടിച്ചിരുത്താം, പഠിക്കാൻ വേണ്ടി വന്ന കുട്ടിയെ പോലും പിടിച്ചിരുത്താൻ പറ്റൂല. മനസ്സിലായില്ല? അവനെ ശ്രദ്ധ പിടിച്ചിരുത്തണമെന്ന് വെച്ചിട്ട് പാടാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ചില സാറുമാർ കയറി വരുമ്പോൾ, ചില ടീച്ചർമാരെ കയറി വരുമ്പോൾ നമ്മൾ ദുആയിരക്കും, പടച്ചോനെ ഈ കടുംപെട്ടാണ് വന്ന് ഇവരെങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നെ, റഹ്മാനെ യാസീനൊക്കെ ഓതി, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു യാസീനൊക്കെ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഈ ടീച്ചർ ഇറങ്ങിപ്പോയി അല്ലേ? 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇവർ ഇറങ്ങിപ്പോയി. പോയിട്ടുണ്ട്. ഇവർ സയൻസാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെയും കയറി വന്നേക്കാം വീണ്ടും. ഇതെന്താ? അത് മാത്സിന്റെ ടീച്ചറില്ല, ഇനി മാത്സ് എൻ്റെ വക, ഞാനാ പഠിപ്പിക്കുന്നത്. ഇവരെ ഒരു വിധത്തിൽ യാസീനോതി ഒഴിവാക്കിയതാ, പിന്നെയും കയറി വന്നേക്കാം ഇവർ. പിന്നെ ഹത്ത് ഓതേണ്ടി വരും. അങ്ങനത്തെ ചില ടീച്ചർമാർ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തിയത് അല്ലേ? സ്വാഭാവികമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് 1.5 മണിക്കൂർ പോയി. സാധാരണ വാഴ് എൻ്റെ വല്യാപ്പ വരെ തഴവ ഉസ്താദ് 2 മണിക്കൂറേ പറയുള്ളൂ. കറക്റ്റ് 2 മണിക്കൂർ. കാരണം നമുക്കിതിനായിട്ടൊക്കെ വരെ തമാശയൊന്നുമില്ല. ഇപ്പോൾ ഒരു തമാശ പറഞ്ഞു വെച്ചാൽ അതിനുള്ള 1 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ് കവർ ചെയ്യും. 2 മണിക്കൂറാണ് അവർ പറയുക. എന്താ കാര്യം? ആ 2 മണിക്കൂർ മുഴുവൻ ആയത്തും ഹദീസും ഖുർആനും ചരിത്രം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടാവില്ല. കോമഡി പറയാനുണ്ടാവില്ല, പാട്ടുപാടി സമയം കളയൂല, ഖുർആനും ഹദീസ് ഓതിയിട്ട് അങ്ങനെ പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. അള്ളാഹുവെ നിർത്തല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ തഴ ഉസ്താദ് ഒറ്റ നിർത്തല. 2 മണിക്കൂർ ആകുമ്പോൾ മൂപ്പരുടെ കയ്യിൽ വാച്ചുണ്ടെങ്കിലും മൂപ്പർ അതിലേക്ക് നോക്കൂല. 2 മണിക്കൂർ ആകുമ്പോൾ കറക്റ്റ് കറാമത്തുണ്ടെങ്കിൽ നിർത്തും. എല്ലാവരും ഓർക്കും അള്ളാഹ് അപ്പോൾ പറയും നാളെ ഇൻഷാ അല്ലാഹ് പിറ്റേന്ന്. പിന്നെ അവർ ദിവസങ്ങളോളം ഡേറ്റ് കൊടുത്തിട്ട് 65 ദിവസം കോഴിക്കോട് കുറ്റിച്ചിറ വാത് പറഞ്ഞിട്ടുണ്ട്. 65 ദിവസം. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു മതപ്രഭാഷണം നടത്തിയ ഒരാളും ഉണ്ടാവൂല.
ഒരു സ്ഥലത്ത് തന്നെ 65 ദിവസം ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുക. എന്നിട്ട് അവരോട് പറയാം, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഈ വിഷയം തീർന്നിട്ടില്ല, 2 മാസത്തേക്ക് ഡേറ്റ് തരാം. ചിന്തിച്ചോ? ഇങ്ങനത്തെ ആലിമീങ്ങൾ, അവരുടെ ഇൽമു അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ തണൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കും. കുറച്ചേരം നമുക്ക് സദസ്സ് മുന്നോട്ട് പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ലൊരു ദുആ ഇരുന്ന് പിരിയണം നമുക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ പ്രിയപ്പെട്ട അനുയായികളും ഇരിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭീമാകാരമാകുന്ന ശബ്ദം കേട്ടു. എല്ലാവരും കേട്ടു, സഹാബത്ത് ഉൾപ്പെടെ കേട്ടു എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അത്രേ, അതദറൂന മാ ഹാദാ, അതദറൂന മാ ഹാദാ. സഹാബത്തെ എന്താണ് ഈ ശബ്ദമെന്ന് നിങ്ങൾക്കറിയുമോ സാബ? ഈ ശബ്ദം എന്തിന്റെയാണെന്ന് നിങ്ങൾക്കറിയുമോ സാബ? സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്കറിയൂല നബിയേ. അവിടുന്ന് പറഞ്ഞു തന്നാലും നബിയേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, അള്ളാന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകം പടച്ചല്ലോ, ആ നരകത്തിന്റെ അഴിയിലേക്കൊരു കല്ല് ഇപ്പോഴാണ് പോയി വീണത്. നരകത്തെ പടച്ചതാകുന്ന സന്ദർഭത്തിൽ നരകത്തിന്റെ ആഴിയിലേക്ക് ഇട്ടതാകുന്ന ഒരു കല്ല് അതിപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് വീണത്. അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് കളവ് പറയാത്ത ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ശബ്ദം ആ കല്ല് ചെന്ന് നരകത്തിന്റെ ഏറ്റവും താഴെ പതിച്ചതിന്റെ ശബ്ദമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതിന്റെ ആഴമാണ് പറയുന്നത്. അതിന്റെ ആഴം, നരകത്തിന്റെ ആഴം ചിന്തിച്ചു നോക്ക്. നരകത്തെ പടച്ചിട്ട് ആ നരകത്തിലേക്ക് വീണ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ അനുയായികളുമായിട്ട് ഇരിക്കുമ്പോൾ കേട്ട ശബ്ദം കേട്ടപ്പോൾ നബി പറയാൻ, മാ തദറൂന മാ ഹാദാ, ഇതെന്താണ് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനെ റസൂലിനെ അറിയാം. ഉടനെ നബി തങ്ങൾ പറഞ്ഞത്, ഇതാണ് ഒരു കല്ല് അള്ളാഹു നരകത്തെ പടച്ച സമയത്ത് ഇട്ടതാണ്. ആ കല്ല് ഇപ്പോഴാണ് അതിന്റെ താഴെ ചെന്ന് പതിക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നരകം ഹറാമാക്കിയതാകുന്ന ആളുകൾ 3 എണ്ണമാണ്. നരകത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് എപ്പോഴും ദുആ ഇരക്കണം. നരകത്തെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് ദുആ ഇരക്കണം. നരകത്തെ നാളെ മഹ്ശറയിൽ കാണും. ആ രംഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, അതിന്റെ CD കേട്ടവരുമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹ്ശറയിലേക്ക് വരുന്ന നരകത്തിന്റെ കോലവും കെട്ടിവലിച്ചുകൊണ്ട് വരുന്നതാകുന്ന രംഗങ്ങളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചതാണ്. ആ നരകത്തെ തൊട്ട് കാണാതെ രക്ഷപ്പെടുന്നത് 3 കണ്ണുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസുൻ ലാ തറാ അയ്യുനുഹും അന്നാർ. 3 കൂട്ടർ അവർ നരകത്തെ കാണൂല സാബ, അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല സാബ, അവർ നരകത്തിൽ കടക്കുകയില്ല സാബ. ആ 3 കൂട്ടർ ആരാണ്? അവരെ നമ്മൾ വിശദീകരിക്കാൻ ഈ സദസ്സിലൂടെ. ആരൊക്കെയാണ്? 1, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ചതാകുന്ന ഏത് വ്യക്തികളുണ്ടോ, ഏതൊക്കെ കണ്ണുകളുണ്ടോ, അവർ നരകത്തെ കാണൂല, അവർ നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങൾ അത്തരത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നരകത്തെ കാണാത്തതാകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മോശപ്പെട്ട കണ്ണാണ് നമ്മുടെ കണ്ണുകൾ, എത്ര ഹറാമാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടു തീർക്കുന്നത്. പരിശുദ്ധമായ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആനുകൾ നമ്മുടെ ജീവിതത്തിലില്ല, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലില്ല. പഴയ കാലഘട്ടത്തിൽ പൊലിമയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നതായിരുന്നു സീരിയൽ കാണുന്നതിരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും സ്ത്രീകൾ സീരിയലിന് അടിമപ്പെട്ടില്ലയോ? സിനിമയുടെ ലോകത്തേക്ക് സഹോദരങ്ങൾ മാറിയില്ലയോ? ജിയോ സിം ഇറങ്ങിയത് മുതൽ എല്ലാ ദിവസവും യൂട്യൂബിലൂടെ പ്രഭാഷണങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് കേൾക്കേണ്ടതിന് പകരം എല്ലാ ദിവസവും സിനിമ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ? യുവാക്കളില്ലയോ? എത്ര ജിയോ സിമ്മാണ് ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ വാങ്ങിയത്? എത്ര സഹോദരങ്ങളാണ് അശ്ലീലമാകുന്ന സിനിമകൾ കാണുന്നത്? അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് കടക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും അവന്റെ കണ്ണും കാതും നശിപ്പിച്ചില്ലയോ? നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ? നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ? എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ സഹോദരിമാരാണ് കാമുകന്മാരുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് അഴീക്കോടിന്റെ ബീച്ച് വരാന്തയിലൂടെ കറങ്ങി നടക്കുന്നില്ലയോ? പരിശുദ്ധമാക്കപ്പെട്ട ദിക്റിന്റെ മജ്‌ലിസുകളെ, വാദിന്റെ മജ്‌ലിസുകളെ തൃണവൽഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ സ്വഹാബാ ലാ തുസ്കിനൂഹുന്ന ഫിൽ ഗുറഫാ. സഹാബത്തെ സഹാബത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ഇന്ന് സമുദായത്തിൽ നടക്കുന്ന വിപത്തുകളതല്ലയോ? വഅലിന് വേണ്ടി മക്കളെ ക്ഷണിക്കുമ്പോ എനിക്ക് തലവേദനയാണ് ഉമ്മ, എനിക്ക് കൈകാലുകൾ കടച്ചിലാണ് ഉമ്മ, എനിക്ക് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാനുണ്ട് ഉമ്മ, എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണ്, എക്സാമിന് പഠിക്കാനുണ്ട് ഉമ്മ എന്ന കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന 8ാം ക്ലാസ്സിലുള്ള 9ലുള്ള 10ലുള്ള +2ലുള്ള ബികോം പഠിക്കുന്നതാകുന്ന പെൺമക്കളെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ. വഅലിന്റെ ഇടയിൽ പോയി നോക്കിയാൽ ഹറാമായിരിക്കും അവർ ചെയ്യുന്നത്. വാട്സാപ്പിലൂടെ തന്റെ കാമുകനുമായിട്ടുള്ള ചാറ്റിംഗ് ആണ്. കാരണം വാപ്പയുടെ ഫോൺ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. മക്കൾക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ്. ജനിച്ച കുട്ടികളുടെ കയ്യിൽ പോലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കൊടുക്കാൻ മടിയില്ലാതെ അവിടെ മൊബൈൽ ഫോണിന്റെ അടിമയാക്കി മാറ്റാൻ മടിയില്ലാത്ത മാതാപിതാക്കളെ ലജ്ജിക്കണേ, ലജ്ജിക്കണേ. ഇന്നത്തെ മക്കള് പോകുന്നത് മോശപ്പെട്ട തലത്തിലേക്കല്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഗുറഫാ. ഒറ്റയ്ക്ക് ഒരു റൂമിൽ പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. പലരും വീട്ടിൽ മൂന്നാമതൊരു റൂം പിടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഒരാളെ മാത്രമായി അതിൽ താമസിപ്പിക്കുന്നത് അപകടത്തിലേക്ക് വഴിതിരിച്ചു വിടുമേ. വാപ്പയെ അറിയാതെ ഉമ്മ അറിയാതെ പാതിരാത്രിയുടെ സമയത്ത് തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പുതപ്പിന്റെ മറയിലാക്കിയിട്ട് തന്റെ കാമുകനുമായി ചാറ്റിംഗ് ആണ്. ആ കാമുകൻ അവളോട് ആവശ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഫോട്ടോകളാണ്. തന്റെ സ്വന്തം മോന്തയുടെ ഫോട്ടോ, മുഖത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത പെണ്ണിനോട് പിന്നെ നിർബന്ധം ചെലുത്തുന്നത്, പെണ്ണേ നിന്റെ ശരീരത്തിന്റെ മാറിടം എനിക്കൊന്ന് കാണണം, നിന്റെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഭാഗങ്ങൾ എനിക്കൊന്ന് കാണണമെന്നാണ്. പാവപ്പെട്ട പെണ്ണിനറിയില്ല അവളെ വഞ്ചിക്കാനുള്ള
തയ്യാറെടുപ്പാണെന്ന് ആ പെണ്ണറിയുന്നില്ല. അവൾ ഓർക്കുകയാണ്. വാപ്പ അറിയാത്ത ഈ ബന്ധം, ഉമ്മ അറിയാത്ത ഈ ബന്ധം അപകടം വരുത്താൻ ചാൻസ് ഇല്ല. കാരണം എന്റെ പ്രിയപ്പെട്ട കാമകനുള്ളതാണ് എല്ലാം. എന്നെങ്കിലും ഒരു ദിവസം അവനിലേക്ക് ഞാൻ ഇഴുകിച്ചേരാനുള്ളതാണ്, അവനുമായിട്ട് ബന്ധപ്പെടാനുള്ളതാ, അവനെന്നെ സമർപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള ഈ അവയവങ്ങൾ അവൻ കാണുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വാപ്പറിയാതെ അറിയാതെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് നഗ്നമാകുന്ന ഫോട്ടോകൾ കാമുകന് ഷെയർ ചെയ്യുന്ന പെങ്ങളെ, അപകടമല്ലയോ? ആ കാമുകൻ പിന്നീട് ആ ഫോട്ടോ മോർഫിംഗ് ചെയ്തിട്ട് നിന്റെ നഗ്നമാകുന്ന ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, യൂട്യൂബിൽ ഇടുമെന്ന് പറയുമ്പോ അത് ജനങ്ങൾ കണ്ട് വൈറലാകുമെന്ന് അറിയിക്കുമ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടി വശംവദയാവുകയാണ്. എവിടെയാണ് ഞാൻ വരേണ്ടത്? ഏത് സ്ഥലത്താണ് ഞാൻ വരേണ്ടത്? എന്ത് ഹോട്ടലിലാണ് ഞാൻ വരേണ്ടത്? ഏത് മോട്ടലിലാണ് ഞാൻ വരേണ്ടത്? ഏത് ബീച്ച് റോഡിലാണ് ഞാൻ വരേണ്ടത്? എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മുസ്ലിം പെണ്ണ് ഇറങ്ങി പോവുകയല്ലയോ? ഇത് പറയാനുള്ള കാരണം എന്താണ്? ഇന്നലെ ഈ വാഴ നടക്കുന്ന ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ടപ്പുറത്തുള്ളതാകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പർദ്ദ ധരിച്ചതാകുന്ന ഒരു പച്ച മനുഷ്യനെ ഇന്നലെ പിടിച്ചു അത്രേ. ഇന്നലെ ഒരു പുരുഷനെ പിടിച്ചു അത്രേ. അവൻ പർദ്ദ ധരിച്ചുകൊണ്ട് കടന്നു വന്നവനാ. ചിന്തിക്കണേ, എന്തിനു വേണ്ടിയാണ് അവനെ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ അവൻ വെളിപ്പെടുത്തുകയാ, ഈ വഅദ് കേൾക്കാൻ വന്ന ഒരു പെണ്ണുമായി ഞാൻ ഇഷ്ടത്തിലാണ്, അവളുമായി ഒളിച്ചോടാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് പറയുമ്പോ അഴീക്കോടുള്ള ഉമ്മ ഉപ്പ ജാഗരൂകരാകണേ, ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കളെ കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകാൻ, റാഞ്ചിക്കൊണ്ടുപോകാൻ പരുന്തിന്റെ മക്കൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം എത്ര മുസ്ലിം സഹോദരിമാരാണ് ഓടിപ്പോയത്? മതമൈത്രിയും മതസ്നേഹവും നമുക്ക് വേണം. അത് നിലനിൽക്കുന്ന നാടാണ്, അത് നിലനിൽക്കാൻ പരിശ്രമിക്കുന്ന സംഘാടക സമിതിയാണിത്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉസ്താദാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മതമൈത്രിയും മതസ്നേഹവും അന്യന്റേതാകുന്ന ബീജത്തുള്ളികൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നിക്ഷേപിച്ചിട്ടാകരുതേ. നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ അവൻ അടിച്ചുകൊണ്ട് പോയിട്ടാകരുതേ. അത്തരത്തിലുള്ള സ്നേഹമോ മതമൈത്രിയോ നമുക്കാവശ്യമില്ല. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇയ്യാകും വൽ ജുലൂസ മഅന്നിസാ. സഹാബാ നിങ്ങൾ സൂക്ഷിക്കണേ. വൽ ജുലൂസ മഅന്നിസാ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തഹ്ദീറിന്റെ ലഫ്ളാണ് ഇയ്യാക, നീ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. വൽ ജുലൂസ മഅന്നിസാ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ പെണ്ണുങ്ങൾ എവിടെയാ പോകുന്നത്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവർക്കൊരു ബോധമില്ല, ചിന്തയില്ല. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? എന്താ ആവശ്യപ്പെടുന്നത്? സുന്ദരമാകുന്ന ജീവിതമാണോ? ഈ വാപ്പ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയല്ലേ? ഈ വാപ്പമാര് കടലിന്റെ ആഴിയിൽ പോയിട്ട് മുത്തോ പവിഴോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരും, മക്കൾക്ക് വേണ്ടിയല്ലേ അവർ കഷ്ടപ്പെടുന്നത്? എന്നിട്ട് ആ വാപ്പായ ഉമ്മയെ മറക്കുന്നവർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹത്തിൽ ഉൾപ്പെടുത്തട്ടെ. എവിടെ എത്തിപ്പോയി? 18 വയസ്സുവരെ തേനെ പാലെ എന്ന് വളർത്തുന്നതാകുന്ന മക്കൾ പാപ്പായ ഉമ്മായും യാതൊരുവിധ ലജ്ജയില്ലാതെ, ഇതൊക്കെ ഉസ്താദുമാർ എത്ര വാത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ സദസ്സ് സാക്ഷിയാണ്, ആയിരക്കണക്കിന് ആളുകളും സാക്ഷിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുമ്മനം ഉസ്താദ് തുറന്നടിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊള്ളുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുടവനാക്കുക. നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ്. എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിൽ. നിങ്ങളുടെ ശരീരത്തെ തിന്നു കഴിയുമ്പോൾ എവിടെന്നെങ്കിലും റെയിൽവേ ട്രാക്കിൽ വലിച്ചങ്ങോട്ടെറിയും.
എവിടെയെങ്കിലും കഴുത്തെ കെട്ടി തൂക്കും, ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയും, കൊന്നു തള്ളും, ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ദാരുണമാകുന്ന മരണത്തെ തൊട്ട് അള്ളാഹു ആക്കട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും മുസ്ലിമീങ്ങൾ ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ടും പഠിക്കുന്നില്ല നമ്മുടെ സഹോദരിമാർ. എന്താണ് ഈ പ്രേമം? എന്ത് പ്രേമം? നിങ്ങളൊരു 10 സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലി. എന്ത് കൂലിയാണ്! ആ പ്രവാചകനെ സ്നേഹിച്ച എത്ര വലിയ സ്നേഹമാണ്. അള്ളാഹുവിനെ സ്നേഹിക്ക്, ഒരു ചാൺ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഒരു അടി ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരല്ലേ അള്ളാഹു. ഖുദ്സിയായ ഹദീസിൽ രേഖപ്പെടുത്തിയില്ലേ, എന്താ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ? എന്തിനാ നിങ്ങൾ മറ്റുള്ളവരെ? നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന റബ്ബ്, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാകുന്ന റബ്ബ്, റബ്ബിലേക്ക് നിങ്ങൾ കൈനീട്ടി പ്രവാചകൻ അതിന് അടയാളാക്കി നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പോകുന്നത്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ, പുരുഷന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം, അന്യ പെണ്ണിനോടൊപ്പം തനിച്ചിരിക്കുന്നത് സൂക്ഷിക്കണം. ഒരു സഹാബി എണീറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹംവാ, അഫറഅയ്തൽ ഹംവാ, നബിയേ നബിയേ ഞങ്ങൾ സൂക്ഷിക്കാം നബി, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അഫറഅയ്തൽ ഹംവാ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനുമായി തനിച്ചിരിക്കുന്നത് കൊണ്ട് കുറ്റമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. സഹാബികൾ ചോദിച്ചു പോയി. അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ചോദിച്ചത് നല്ല ചോദ്യമാണ്. ഒരു കുടുംബത്തിൽ ഒന്നായിട്ട് കഴിയാണ്, ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഇവരുമായിട്ട് പെണ്ണിന്, ഭർത്താവിന്റെ ഭാര്യയ്ക്ക്, അതെ ഈ സഹോദരന്റെ ഭാര്യയ്ക്ക് തനിച്ചിരിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ബൈക്കിൽ, കാറിൽ, ഒറ്റയ്ക്കൊരു റൂമിൽ, വീട്ടിൽ കുഴപ്പമില്ല, ഒരു റൂമിലാണ് ഭാര്യയെങ്കിൽ പ്രശ്നമല്ല, ഒരു റൂമിൽ ഒറ്റയ്ക്ക് പറ്റുമോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, അൽ ഹംവു അൽ മൗത്, അൽ ഹംവു അൽ മൗത്, അൽ ഹംവു അൽ മൗത്. സഹാബാ അൽ ഹംവു അൽ മൗത്. സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠനാകട്ടെ അനുജനാകട്ടെ അവനുമായി തനിച്ചിരിക്കാൻ പെണ്ണിന് പറ്റൂല, ഇസ്ലാം അനുവദിക്കുകയില്ല. ഇന്ന് എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര സഹോദരിമാരാണ് ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്നവർ. സ്വന്തം ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാ, ഒന്നിച്ചിരുന്നു കൊണ്ട് തോളത്ത് കൈവച്ചുകൊണ്ട് യാത്ര ചെയ്യുകയല്ലയോ, യാത്ര ചെയ്യുകയല്ലയോ? ഹറാമല്ലയോ, ഹറാമല്ലയോ? പാവപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്താണ്, അവൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവൾ ഇവിടെ അനുജന്റെ കൂടെ, ജ്യേഷ്ഠന്റെ കൂടെ, അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളുടെ കൂടെ യാത്ര നടത്തുകയാണ്. ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന് ജ്യേഷ്ഠനും ഏതിനും എങ്ങനെ വഴിതെറ്റൂലല്ലോ? പലരും തെറ്റും. ആരായി പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയും തെറ്റും. എപ്പോഴാണ് പിശാച് ഇടയിൽ കടന്നു വരുന്നത്? നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കും, പക്ഷെ പിശാച് ഇടയിൽ കയറിയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, പിന്നെ അവിടെ ഉണ്ടാകുന്ന അപകടം പറയണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരാണും ഒരു പെണ്ണും കൂടി തനിച്ചാൽ ഇല്ലാ വദഖല ബൈനഹുമ ശൈത്താൻ, അവർക്കിടയിൽ പിശാച് പ്രവേശിക്കുമത്രേ. ഇല്ലാ വസാലിസുഹുമ ശൈത്താൻ. മറ്റൊരു റിവായത്തിൽ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവർക്കിടയിൽ മൂന്നാമതായി കടന്നു വരിക. ഒരാണും പെണ്ണും തനിച്ചിരുന്നാൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും കാര്യമല്ല, കാമുകമാരായി മറ്റൊരു അന്യ പെണ്ണുമായി പരപുരുഷന്മാര് തനിച്ചിരിക്കുമ്പോ അവർക്കിടയിൽ മൂന്നാമതായി കടന്നു വരുന്നത് പിശാചായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക. അതുകൊണ്ടല്ലേ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ രണ്ട് പത്നിമാർ ഭാര്യമാർ നിൽക്കുന്ന സന്ദർഭത്തിൽ പള്ളിയുടെ ചാരത്തിരുന്നുകൊണ്ട് നബിതങ്ങൾ ഇങ്ങനെ വർത്താനം പറയുക. അപ്പൊ രണ്ട് സ്വഹാബികൾ അതിലേക്കൂടെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഫിയ ബീവി മാത്രമാണെന്ന് ഹദീസിലുണ്ട്. അങ്ങനെ ആ ഭാര്യയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് സ്വഹാബികൾ അതിലേക്കൂടെ പോയി. അള്ളാഹിന്റെ റസൂൽ ആരോട് വർത്താനം പറയുന്നുണ്ട് എന്നിവർക്ക് മനസ്സിലായി. വരുന്നാലും അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകുമ്പോൾ റസൂലുള്ള ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, അതാരാണ്? എന്റെ ഭാര്യ സഫിയയാണ്, എന്റെ ഭാര്യ സഫിയാണ്. സ്വഹാബത്ത് ആശ്ചര്യപ്പെട്ടു, നബിയെ, ഞങ്ങൾ അങ്ങയെ കുറിച്ച് മോശം ധരിച്ചു പോവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങയെ കുറിച്ച് ഒരിക്കലും ഞങ്ങൾ മോശം ധരിക്കൂല. ഞങ്ങൾക്കറിയാം അനുവദിക്കപ്പെട്ട ഏതോ സ്ത്രീകളുമായി വർത്താനം പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് വേണ്ട. ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തിലൂടെയൊക്കെ പിശാച് നടക്കും. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ വേണ്ട. അതിനാ ഞാനത് പറഞ്ഞത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സൂക്ഷിക്കണം, നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ആദ്യമായി സൂക്ഷിക്കേണ്ടത് എന്താ? കണ്ണാണ്. പല സഹോദരിമാരുടെയും തെറ്റിദ്ധാരണയുണ്ട്, പുരുഷന്മാർക്ക് ഞങ്ങളെ കാണാൻ പാടില്ല, ഞങ്ങൾക്ക് അവരെ അങ്ങോട്ട് കാണാം. ഇതാണ് സഹോദരിമാരുടെ ഒക്കെ തെറ്റിദ്ധാരണ, അല്ലേ? അതുകൊണ്ടാണല്ലോ വീട്ടിൽ ഒരാൾ കോളിമ്പൽ അടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അവരിങ്ങോട്ട് നോക്കുന്നത് കാണുമ്പോൾ വാതിലിൽ അങ്ങോട്ടേക്ക് നോക്കല്ലേ, ഞങ്ങൾക്ക് നിങ്ങളെ നോക്കാം, അനുവദനീയം, നിങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ പാടില്ല. അങ്ങനെയാണോ മസല? അങ്ങനെ ഇതുവരെ മസലയില്ല. ഇതുവരെയുള്ള മസല അന്യപുരുഷന്മാരെ അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരെയും കാണാൻ പാടില്ല. ഇതാണ് മസല. അത് ഇന്നുമല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നൂർ നിങ്ങൾ നോക്ക്, സ്ത്രീകളെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഖുർആൻ അല്ല ഹദീസ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ്? വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ നിങ്ങൾ ഒറ്റയ്ക്കൊരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് പ്രവാചകന് പഠിപ്പിച്ചതിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, സാബാ ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവ് മാത്രമായി നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കളെ MBBS വിടുമ്പോഴും എഞ്ചിനീയർ വിടുമ്പോഴും അതെല്ലാം കാലികമാണ്, നല്ലതാണ്. പക്ഷേ മക്കൾക്ക് ബേസിക്കായി ആത്മീയമാകുന്ന അറിവ് കൊടുക്കണേ, അടിത്തറയാകുന്ന മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണേ. ഇന്ന് പെൺമക്കളെ മദ്രസയിൽ 4ാം ക്ലാസ്സിലേക്ക് വിടുമ്പോൾ തന്നെ സമസ്തയുടെ സിലബസിൽ പഠിക്കുന്നതാകുന്ന മക്കളെ അതാ മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് പോവുകയാ. എന്റെ പ്രിയപ്പെട്ട മദ്രസയുടെ സിലബസിൽ കട്ട് ചെയ്തിട്ട് മക്കളെ കൊണ്ടുപോകുന്നത് MBBS പഠിപ്പിക്കാനാണ്, എഞ്ചിനീയർ വിടാനാണ്, BDS പറഞ്ഞേക്കുകയാണ്, നേഴ്സിംഗിന് വിടുകയാ. അവിടെയൊന്നും പ്രായപൂർത്തി പ്രശ്നമേ അല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവ് മാത്രമായി നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കരുതേ. അപകടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്ക് നിങ്ങൾ പോയി നോക്കണേ. കോളേജ് കുമാരിമാരാകുന്ന സ്ത്രീകള് അവരതാ ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും ഹോസ്റ്റലിൽ തയ്യാറായി വന്നിരിക്കുകയാ. ലിപ്സ്റ്റിക് ഇട്ടതാകുന്ന സഹോദരിമാരാണ്, ശരീരത്തിൽ കരിവളകൾ ധരിച്ചിരിക്കുന്ന സഹോദരിമാരാണ്, ഇടുങ്ങിയതാകുന്ന ജീൻസ് ധരിച്ച സഹോദരിമാരാണ്, ഇടുങ്ങിയതാകുന്ന ടൈറ്റുള്ളതാകുന്ന ടീഷർട്ട് ഇട്ടുകൊണ്ട് കടന്നു വന്നതാകുന്ന സഹോദരിമാരാ. തന്റെ അംഗലാവണ്യവും ആകാര സൗഷ്ഠവും അന്യരാകുന്ന പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാൻ കടന്നു വന്നിട്ടുള്ള സഹോദരിയാണ്. 20,000 രൂപയ്ക്ക് വേണ്ടി, 10,000 രൂപയ്ക്ക് വേണ്ടി, 15,000 രൂപയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് പരസ്യമായിട്ട് പങ്കുവെക്കാൻ മടിക്കാത്ത മുസ്ലിം അംഗമാരാണ്, മുസ്ലിം അംഗമാരാ. അവരെവിടെയുള്ളതെന്നറിയുമോ? കേരളത്തിലെ തറവാട്ട് മഹിമയുള്ള നല്ല ഇസ്ലാമിക ദീനീ ചര്യയുള്ള തറവാട്ടിൽ ജീവിച്ചതാകുന്ന മക്കളാണ്, നമസ്കരിച്ചതാകുന്ന മക്കളാണ്, നോമ്പ് പിടിച്ച മക്കളാണ്, ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ച മക്കളാണ്. സമസ്തയുടേതാകുന്ന മദ്രസയിൽ 5ാം ക്ലാസ് മാത്രം വരെ പഠിച്ചതിന്റെ പേരിൽ അഥവാ ദീനീ ബോധം ശരിക്ക് പരിപൂർണമാക്കാത്തതിന്റെ പേരിൽ അവൾക്ക് വന്നു ഭവിച്ചതാകുന്ന പ്രശ്നങ്ങളാ. അന്യരാകുന്ന പരപുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ
ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. പ്രവാചകൻ അവസാനമായി പറയുകയാണ്, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. സാബത്തെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ സാബ. നിങ്ങളുടെ പെൺമക്കൾക്ക് നിർബന്ധമായും ഖുർആൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ സൂറത്തുൻ നൂർ പറഞ്ഞത്? അതിൽ ഒരുപാട് മസലകളുണ്ട്, മടിച്ചിരിക്കേണ്ട മസലകൾ കുറച്ച്. അതിൽ പെട്ടതാണിത്. ഏത്? കണ്ണിനെ സൂക്ഷിക്കുക. വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫദ്ന ഫുറൂജഹുൻ ദാലിക അസ്കാ ലഹുൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ. ഇതേപോലെ പുരുഷന്മാരെ പറ്റിയും അല്ലാഹുവോട് പറഞ്ഞു, وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم. അല്ലയോ നബിയേ അവിടുന്ന് മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്കും പറഞ്ഞു കൊടുക്കണേ, കണ്ണ് ചിമ്മണേ. എന്തിനെ തൊട്ട്? അനിൽ ഹറാമി. വ്യക്തമാണ്, ഹറാമിനെ തൊട്ട് കണ്ണ് ചിമ്മ. സീരിയല്, സിനിമ ഇത് മാത്രമല്ല, അന്യരാകുന്ന പുരുഷന്മാരുമായിട്ടുള്ള ദർശനം പാടില്ല. അശ്ലീല പടങ്ങൾ കാണുമ്പോൾ പാടില്ല. ഇപ്പൊ വാട്സാപ്പിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുക കുടുംബത്തിന്റെ. എന്നിട്ടെന്താ, രാവിലെ കഴിച്ച പൊറോട്ട കൊണ്ടിട്ട് കൊടുക്കും, ബീഫ് ഇട്ട് കൊടുക്കും, കൊള്ളാന്ന് പറയാൻ സിമ്പിൾ ഇങ്ങനെ കാണിച്ച് പിന്നെയും മെസ്സേജ്. ഇതാ ഗ്രൂപ്പ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനാണ് ഗ്രൂപ്പ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, നല്ല മീൻകറി വെച്ചതാവുന്ന പാത്രവും അതിന്റെ ചട്ടിയും അതിന്റെ കലവും ഒക്കെ, മീൻ കഴുകുന്നതും വെട്ടുന്നതും ഒക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ കണ്ടിട്ട് ഓരോരുത്തർ ലൈക്ക് അടിക്കുക. ഇതാണ് ഗ്രൂപ്പ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനാണ് ഗ്രൂപ്പ്. അവിടെ ദീനിയായ മസലകൾ ചർച്ച ചെയ്യ്. എത്ര വിഷയങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം. എത്ര വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇറച്ചി കഴിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട എത്ര മസല. പറയുമ്പോൾ ഇങ്ങനെ നേരം വെളുക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇറച്ചി പലരും കഴിയുന്നത് എങ്ങനെയാ? കൊണ്ടുവന്നൊരു പാത്രത്തിലോട്ട് ഒന്നായിട്ട് 3 കിലോ ഇറച്ചി വാങ്ങിയിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇടും. എന്നിട്ട് അതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കളകളകളാന്ന് 2-3 ഇളക്കിളക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് വേവിക്കും. അതെന്താണ് സംഭവം? നജസാണ്, അഥവാ കഴിക്കാൻ പാടില്ല, ഹറാമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ ദിവസം പറഞ്ഞു? കഴുകിയിട്ടല്ലേ കൊണ്ടുപോയിട്ട്. കഴുകല് ശരിയായില്ല. ഓരോ കോട്ടയും കൂടെ എടുത്തിട്ട് അത് കഴുകി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പൈപ്പിന്റെ വെള്ളം നല്ലതുപോലെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പൊ ഫുള്ള് വെള്ളം ഇതിലൂടെ ഊർന്ന് താഴേക്ക് പോകണം. രക്തം നജസാണ്. ഈ രക്തത്തിനുള്ളിൽ നിന്നാണ്, അഥവാ വെള്ളത്തോടു കൂടി കലർന്നു കിടക്കുന്ന രക്തത്തിൽ നിന്നാണ് നീ മാംസം കോരി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കുക്കറിലോട്ട് ഇടുന്നത്. അപ്പൊ എന്തായി? നജസാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇന്നെങ്കിലും നമുക്ക് ഇറച്ചി വെക്കാൻ പഠിച്ചു ഇന്ന് മുതൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറഞ്ഞൊരു മസലയാണ് ഇത് പറഞ്ഞത്. ഞാനിതൊരു സാധാരണ ഇപ്പൊ ഇങ്ങനെയുള്ള മസലകൾ ചർച്ച ചെയ്യേ. ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ ഉസ്താദ്മാരും മഹലിലെ ഉസ്താദ്മാർക്കൊക്കെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി ഇന്നെന്താ നീ ഉസ്താദിന് വെച്ച് കൊടുക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോൾ എല്ലാ ഉസ്താദ്മാരും ഇവിടെ തന്നെ ഇമാമത്ത് പിടിക്കും. അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ മുത്താലിങ്ങൾ അള്ളാഹുവർക്കൊക്കെ ആഫിയാനും എത്തി തരട്ടെ. നല്ല നാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ ദീനിനോട് വല്ലാത്ത കൂറുള്ളവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ കൂട്ടായ്മയൊക്കെ അത്തരത്തിലാകട്ടെ. ഇങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. കൊച്ചു കുട്ടികൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുക? ഒരു ബക്കറ്റ് എടുത്ത് ഒന്നായിട്ട് അവിടെ വെള്ളം ഒഴിക്കും. അത് മൊത്തം കൊണ്ട് നജസായി. ആ സ്ഥലം ഒന്നായിട്ട് നജസായി. ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് കുറച്ചുകൊണ്ട് ഒഴിച്ച് ചൂര് വെച്ച് 2 അടി അവിടെ നിൽക്കാടെ മുണ്ടിലോട്ട് തെറിച്ച് നോക്കാട് കയറുന്നു. പിന്നെ കൊള്ളിക്കാൻ നിൽക്കാറില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ടുവന്നിട്ട്, ഉണക്ക തുണി കൊണ്ടുവന്നിട്ട് ആദ്യം ആ മൂത്രം അതിന് നജസ്, കട്ടിയാകുന്ന നജസം കൊണ്ട് വടിച്ച് ആദ്യം എടുക്കുക. എന്നിട്ട് 2ാമത് അല്പം വെള്ളം ഒഴിച്ച് എന്നിട്ട് അതങ്ങോട്ട് വടിച്ചെടുത്ത് 3ാമത് വെള്ളം ഒഴിച്ച് അതും കൂടി ഇങ്ങോട്ട് എടുത്താൽ ഓക്കെ സംഭവം. അല്ല ചൂര് കൊണ്ടുവന്നിട്ട് പരത്തല്ല വേണ്ട. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് തന്നെ പാലുകുടി മാറാത്തതാകുന്ന കൊച്ചുകുട്ടികൾ, ആൺകുട്ടികളുടേതാണെങ്കിൽ ആ മൂത്രത്തിൽ പാലുകുടി മാറാത്ത കുട്ടികളാണെങ്കിൽ ശാഫി മദ്ഹബ് അനുസരിച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തളിച്ചാൽ മതി, ശുദ്ധിയാവുമെന്ന്. ആൺകുട്ടികളുടേത് പാലുകുടി മാറാത്ത കൊച്ചുകുട്ടികൾ.
പെൺകുട്ടികളുടേതാണെങ്കിൽ എന്ത് ചെയ്യണം? എത്ര പാല് കുടിച്ചാലും ശരി, പാല് കുടിക്കാത്താണെങ്കിലും ശരി, അവിടെ കഴുകി വിടണം. ഈ പറഞ്ഞ പോലെ തുടച്ച് വൃത്തിയാക്കി കഴുകി വിടണം. മസലയാണ് ഞാനിപ്പോ. അങ്ങനെയൊക്കെയുള്ള മസലകൾ നമുക്ക് ചർച്ച ചെയ്തുകൂടെ? ഗ്രൂപ്പുകളൊക്കെ അത്തരത്തിലുള്ളതാക്കി എടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ ഇത് വന്നതും പോയതും ചർച്ച ചെയ്തതും എടുത്ത ഡ്രസ്സിന്റെ ഫോട്ടോയും ഷൂവിന്റെ ഫോട്ടോ ഒക്കെ ഇതിലോട്ട് ഇട്ടിട്ട് ഇതാണ് ഗ്രൂപ്പ്. നമ്മുടെ എത്ര MPകൾ അല്ലെങ്കിൽ എത്ര ജീവിതത്തിന്റെ സമയങ്ങളാണ് ഇങ്ങനെ പാഴാക്കുന്നത്. നമ്മുടെ ഇതിനകത്തൊക്കെ റീചാർജ് ചെയ്യല്ലേ? ഈ പൈസ മുഴുവൻ നമ്മൾ മോശപ്പെട്ട തലത്തിലേക്കല്ലേ കൊണ്ടുപോകും. ഇതിനൊക്കെ ഹിസാബ് പറയേണ്ട നാളെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിത ചുറ്റുപാട് കൊണ്ടുപോകാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണ് സൂക്ഷിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, യഗ്ളുന വയഹ്ഫളിന മിൻ ഫുറൂജഹുന്ന, അവരുടെ കണ്ണ് ചിമ്മുക, അവരുടെ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുക. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന് കണ്ണ്. എന്താ കണ്ണിനെ ആദ്യം പറഞ്ഞത്? കണ്ണിലൂടെയുള്ള നോട്ടത്തിലൂടെയേ അവന്റെ ജനനേന്ദ്രിയത്തിലേക്കുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് അവന്റെ തലച്ചോറ് എത്തിപ്പെടുകയുള്ളൂ. ഒരു പെണ്ണിനെ കാണുമ്പോഴേ ഉള്ളൂ അവരുടെ സൗഷ്ഠവും ആകാര സൗഷ്ഠം കാണുമ്പോഴേ ഉള്ളൂ അവളുമായിട്ട് സ്നേഹിക്കണം, പ്രേമിക്കണം, അവളെ ഒന്ന് കാണണം, അവളുമായി ഒന്ന് സംസാരിക്കണം, ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ സെക്ഷനാണ്. കണ്ടില്ലായെങ്കിൽ, കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അള്ളാഹു നമ്മുടെ കാഴ്ചയെ നിലനിർത്തി തരുമാറാവട്ടെ. കാഴ്ച ജീവിതത്തിൽ പോയവർക്ക് അള്ളാഹു ഇത് തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് വലിയൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ കണ്ണ് നീ സൂക്ഷിക്കണേ, കണ്ണ് സൂക്ഷിച്ചാൽ നീ രക്ഷപ്പെട്ടു, നരകത്തെ തൊട്ട് നീ കാക്കപ്പെട്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞങ്ങൾക്ക് കേട്ടോ രണ്ടാമത്തെ ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ മലഅ ഐനഹു ബിൽ ഹറാം മലഅ അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ഈ ഹദീസ് ദഈഫാണെന്ന അഭിപ്രായമുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഭയപ്പാടിന് വേണ്ടി പറയാം, തർഹീബിന് വേണ്ടി പറയാം. എന്താണ് സംഭവം? മൻ മലഅ ഐനഹു ബിൽ ഹറാം മലഅ അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചതായ മുഅ്മിനുണ്ടോ, മുഅ്മിനത്തുണ്ടോ? സീരിയൽ കണ്ടുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും സമയങ്ങളെ ചെലവഴിച്ചവരുണ്ടോ? ഇശാ മഗ്‌രിബിനിടയിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഉമ്മമാരെ, ഇശാ കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വന്നുകൊണ്ട് ആ നമസ്കാരത്തിന്റെ കൂലി മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോൾ കളി കൊണ്ടും സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സമയങ്ങൾ ചെലവഴിക്കുന്നതായ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, 12 മണിയാകുമ്പോ കയറി വരുന്ന പൊന്നുമോ, അതുവരെ കൂട്ടുകാരുമൊത്തിയിട്ട് അഴൂക്കോട് അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് വാട്സാപ്പും ഫേസ്ബുക്കുമായി ചാറ്റിങ്ങിലൂടെ സമയം ചെലവഴിച്ച സഹോദരനാ, ളുഹറില്ല, അസറില്ല, മഗ്‌രിബില്ല, ഇശാ ഇല്ല, ഒരു വഖത്ത് പോലും നമസ്കരിക്കാതെ വീട്ടിലേക്ക് കടന്നു വരുന്ന പൊന്നുമോനോട് വാപ്പ ചോദിക്കുകയാണ്, ഉമ്മ ചോദിക്കുകയാണ്, മോനെ, എന്റെ പൊന്നുമോനെ, നീ വല്ലതും കഴിച്ചോ, നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നില്ല. നീ എന്തേ നമസ്കരിക്കാനത്? എന്തേ നിന്നെ പള്ളിയിൽ കണ്ടല്ലോ, പള്ളിയിൽ കണ്ടില്ലല്ലോ എന്ന് വാപ്പ ചോദിക്കുന്നില്ല. നമസ്കരിച്ചിട്ട് വാ പൊന്നുമോനെ ആഹാരം വിളമ്പാമെന്ന് പറയുന്ന ഉമ്മമാർ ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ മക്കള് മാതാപിതാക്കൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുകയാണ്. പ്രായമെത്തിയതാകുന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ ഇന്നത്തെ മക്കൾക്ക് മടിയില്ല. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ, ആ മക്കള് വന്നിരുന്നു കൊണ്ട് സിനിമ കണ്ടാൽ, ആ മക്കള് വന്നുകൊണ്ട് പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിയിട്ട് തന്റെ കൂട്ടുകാരൻ തനിക്ക് റീചാർജ് ചെയ്തു തന്ന മൊബൈൽ ഫോണിലൂടെ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമകളും ബ്ലൂ ഫിലിമുകളും കണ്ടുകൊണ്ട് രാവുകളെ ത്രസിപ്പിക്കുന്നവരെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മൻ മലഅ ഐനഹു ബിൽ ഹറാം
മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിന്നാർ. ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് നിറച്ചതായ ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അവരുടെ കണ്ണിൽ നാളെ നരകത്തിലെ വെച്ചുകൊണ്ട് പഴിപ്പിച്ചതായ ആണി കൊണ്ട് സുറുമയിട്ട് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആത്തിരക്ഷിക്കട്ടെ. നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിച്ചതാകുന്ന ആണി കൊണ്ട് കണ്ണിന് സുറുമയിട്ട് കൊടുക്കുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്. മറ്റൊരു ഹദീസിൽ അവന്റെ കണ്ണിലേക്ക് മുഴുവനും തീ കൊണ്ട് നിറയ്ക്കും, നരകത്തിന്റെ തീജാലുകൾ കൊണ്ട് നിറയ്ക്കും മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്താണ് ഒന്നാമതായി പറയുന്നത്? നരകത്ത് തൊട്ട് കാക്കാൻ കണ്ണ് സൂക്ഷിക്കുക, കണ്ണ് സൂക്ഷിക്കുക. സഹോദരിമാരോട് പറച്ചിലുണ്ട്, നമുക്കെന്താ പ്രശ്നം? നമ്മൾ പെണ്ണുങ്ങളെ ആണുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അവരെ നോക്കാം, കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് നോക്കരുത് ഒരാളും. ഇതാണ് കണ്ടീഷൻ. അത് പഠിക്കാത്തത് കൊണ്ടാ. ചരിത്രം പഠിക്കണ്ടേ, ചരിത്രം പഠിക്കണ്ടേ. ഐഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം, പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരുടെ ചരിത്രമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം. ബഹുമാനപ്പെട്ട മൈമൂന ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുന്തു ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിയുടെ അടുക്കലിരിക്കുകയാ. വഇൻദഹു ഉമ്മു സലമ, നബിയുടെ അടുക്കൽ ഉമ്മു സലമയുമുണ്ട്. ആരാ ഉമ്മു സലമ? ഉമ്മു സലമ ബീവി ആരാ? നമുക്കെല്ലാം അറിയാം. ഉമ്മു സലമ വേറെ ഏതോ പെണ്ണ്, നബിയുടെ അടുത്ത് ഏതോ ഒരു പെണ്ണ് വന്നിരുന്നു. ഇത് നാളെ പറഞ്ഞു നടക്കും. ഉമ്മു സലമ എന്ന് പറഞ്ഞാൽ നബിയുടെ ഭാര്യയാണ്. നമുക്കെന്തറിയാം? സത്യത്തിൽ നമുക്ക് നബിയുടെ ഭാര്യമാരെ ആരെന്നറിയോ? മക്കളെന്താണെന്നറിയോ? നമുക്കിപ്പോഴും നല്ലപോലെ അറിയാം. വിരാട് കോഹ്ലി ആരാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്, മൂപ്പര് നാട്ടുകാർ കൊടുത്ത പണി എന്താണ്, ഇതൊക്കെ നമുക്കറിയാം അല്ലേ? ഒരു അധികാരത്തിലേറ്റപ്പോ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഞാൻ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? സംഭവം ജോലി കൊടുത്തില്ലേ? എല്ലാവരും ഇപ്പൊ ബാങ്കിൽ പോകുന്നില്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? എല്ലാവർക്കും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. പ്രായം ചെന്ന ഉമ്മാരും ഉപ്പമാരും ഒക്കെ ജോലിയാണ്, എല്ലാവരും പോവാണ്, ബാങ്കിൽ പോയി ക്യൂ നിൽക്കുകയാണ്. അപ്പൊ അവരുടെ പേരറിയാം, അവരുടെ ഭാര്യമാരുടെ പേരറിയാം, അവർ തലാഖ് ചൊല്ലിയ ഭാര്യയുടെ പേരറിയാം. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്തറിയില്ല നമുക്ക് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേര്, പ്രവാചകന്റെ ഭാര്യമാരുടെ പേര് ഇപ്പോഴും നമുക്കറിയൂല. ശരിയല്ലേ പറഞ്ഞു? അവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് ഉമ്മു സലമ. ഉമ്മു സലമ ബീവി പ്രവാചകന്റെ ചാരത്തിരിപ്പുണ്ട്. ഞാനതാ പ്രവാചകന്റെ വലതുവശത്തും ഇരിപ്പുണ്ട്. ആര് പറയാ? മൈമൂന ബീവി പറയാ. രണ്ടുപേരും, രണ്ട് ഭാര്യമാര് നബി തങ്ങളുടെ അടുത്ത് ഭർത്താനൊക്കെ പറഞ്ഞില്ല. അങ്ങനെ വേണം ഭർത്താക്കന്മാർ, അങ്ങനെ വേണം. അല്ലാതെ പകലന്തിയോളം പണിയെടുത്തിട്ട് വൈകിട്ട് വന്നിട്ട് നേരെ ചോറ് വിളമ്പെന്ന് പറഞ്ഞ് ചോറും കഴിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങുക. അതല്ല, 5 മിനിറ്റ് സ്വന്തം ഭാര്യയുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പം പറയുന്ന ഒരു വിഷയമുണ്ട്, തലാഖ് എന്ന് പറഞ്ഞൊരു വിഷയം. തലാഖ് തമാശയല്ല, വലിയ ചർച്ചയുള്ള വിഷയമാണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംബന്ധിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്, ഭർത്താക്കന്മാരോട് എങ്ങനെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരോട് പെരുമാറേണ്ടത്, ഭാര്യമാർ എങ്ങനെയാണ് ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടത്. അത് കറക്റ്റായി കൊണ്ടുപോയാൽ ജീവിതത്തിൽ ഒരിക്കലും തലാഖ് ഉണ്ടാവില്ല. അതൊക്കെ ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. സൂറത്തുൻ നിസായിലെ ആയത്ത് ഓതിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഐക്യത്തോടുകൂടി സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റത്തോടുകൂടിയുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തലാഖ് പോലെയുള്ളതാകുന്ന വിഷയത്തിലേക്ക് എടുത്തു ചാടാതെ ജീവിതത്തിൽ സന്തോഷകരമാകുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും പിണക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇണക്കത്തിലേക്ക് കൊണ്ടുവരാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് ഭാര്യമാർ അടുത്തടുത്തിരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മി മക്തൂം അങ്ങോട്ട് കടന്നു വന്നു. ഫജാഅ ഇബ്നു ഉമ്മി മക്തൂം,
ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യൻ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഇഹ്തജിബാ മിൻഹു, അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ, മറഞ്ഞു നിൽക്കണേ, അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കണേ. ആരാ പറയുന്നത്? ഒരു ഭർത്താവിന്റെ കടമയാ. ശ്രദ്ധിക്ക്, എല്ലാരും ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. നമ്മളെന്താ ചെയ്യുക? നമ്മുടെ ബിസിനസ് നടക്കാൻ വേണ്ടി പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു പരിപാടിയാണ് ഭാര്യയെ ഒടിപ്പിച്ച് ഉരുത്തി റെഡിയാക്കി കൊണ്ടുവന്നിട്ട് മുതലാളിയാകുന്ന യജമാനെ കൈ ഒടിപ്പിക്കുക. ഇപ്പോഴത്തെ ഒരു സമ്പ്രദായമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് ബിസിനസ് ഡീൽ ചെയ്യുക. ബിസിനസ് ഡീൽ നടക്കുന്നത് എങ്ങനെയാ? എങ്ങനെ? സ്വന്തം ഭാര്യയുടെ കൈ മറ്റൊരുത്തന് വേണ്ടി ഷെയ്ക്കാൻ കൊടുത്ത് മുതലാളിക്കാൻ വേണി വന്നാൽ അല്ലാതെയും ചെയ്തു കൊടുക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനത്തെ കാലഘട്ടമാണിത്. ഇങ്ങനത്തെ കാലഘട്ടം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണ്. ആ പ്രവാചകൻ ഒരു ഭർത്താവുമാണ്. ഭർത്താവിന്റെ കടമയാണ് ഭാര്യമാരോട് പറയണേ, ആരെങ്കിലും വന്നാൽ ഇഹ്തജിബാ മിൻഹു, വീടിന്റെ അകത്തിരിക്കണേ, അകത്തിരിക്കണേ. പുറത്തിറങ്ങി നടക്കരുത്. അവിടെ ഇങ്ങനെ ചാടി വെളിയിലോട്ട് ആ പരിപാടി വേണ്ട. ഏത് കൂട്ടുകാരൻ വന്നാലും ശരി അകത്തിരിക്കണം. ഇഹ്തജിബാ മിൻഹു, അകത്തിരിക്കണം. ആരാ ഇത് പഠിപ്പിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും രണ്ടുപേരും ഉടനെ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. നബിയേ, നബിയേ, ഈ വന്നതാകുന്ന ഇബ്നു ഉമ്മി മക്തൂം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, മനുഷ്യനല്ലയോ? അദ്ദേഹം വന്നുകൊണ്ട് അവിടുത്തെ ചാരത്ത് വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിൽ ഞങ്ങൾക്ക് എന്താണ് കുഴപ്പമുള്ളത് നബിയേ? അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ? അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. ഞങ്ങളെ അദ്ദേഹം കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയ പോലുമില്ലല്ലോ, പിന്നെന്തിനാണ് ഞങ്ങൾ മാറി നിൽക്കേണ്ടത് നബിയേ, നബിയേ എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മു സലമ, പ്രിയപ്പെട്ട മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ കാണുകയില്ലയോ? അഫം യാവാനി അന്തുമാ അലസ്തുമാ തുബ്സിറാനിഹി. അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ലതാണ്, സമുദായത്തിന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാ. അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. കണ്ണ് കാണാത്ത മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞിട്ട് ആവശ്യം പൂർത്തീകരിച്ച് പോകുമ്പോ ഞങ്ങൾ എന്തിനാണ് നബിയെ അകത്തേക്ക് പോകുന്നത് നബിയെ? അദ്ദേഹം ഞങ്ങളെ കാണില്ലല്ലോ എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ ഭാര്യമാരോട് ദീൻ പഠിപ്പിക്കുകയാണ്, തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്. അഫഅമിയാവാനി അൻതുമാ, അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകൾക്കും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? അത് പാടില്ല, അത് പാടില്ല ഉമ്മു സലമ, അത് പാടില്ല മൈമൂന. അതുകൊണ്ട് കൂടുതൽ വർത്തമാനമില്ല. ഇഹ്തജിബാ മിൻഹു, മറഞ്ഞു നിൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താ വേണ്ടത്? മറഞ്ഞു നിൽക്കുക, ഭർത്താവിനെ അനുസരിക്കുക. അതാണ് മെയിൻ. ഭർത്താവ് ദീനി ബോധമുള്ള ആളായിരിക്കുക. കച്ചവടമൊക്കെ റാഹത്താകാൻ വേണ്ടി മുതലാളിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ഗതികെട്ട അവസ്ഥയാകും. ഇന്നിപ്പോ നിങ്ങൾ നോക്ക്, സ്ത്രീകൾ കച്ചവട ചരക്ക, പരസ്യങ്ങൾ മാത്രമല്ല, കടയിൽ കച്ചവടം കിട്ടണമെങ്കിൽ നല്ല പെൺകുട്ടിയെ പിടിച്ചെടുത്തു. പഴയ കാലത്ത് ഏതെങ്കിലും താത്തായിരുന്നു,
പാത്രം തുറന്നിട്ട് മുട്ടായി കൊടുത്തിട്ടൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം 18-20 വയസ്സുള്ള സഹോദരിമാരെ പിടിച്ചെടുത്തിരിക്കും. എന്താ കാരണം? റീചാർജ് ചെയ്യോ? പിന്നെ മൊബൈലിടെയാണ് പറയണ്ട, പിള്ളേർക്കൊക്കെ റീചാർജ് ചെയ്യണം. ജിയോ സിമ്മായിട്ട് പോലും പിന്നെയും ചെല്ലുക റീചാർജ്, അവൻ അറിയുന്നില്ല, റീചാർജ് ചെയ്ത് തരാനാ പറയുന്നത്. കാരണം എന്താ? പെൺകുട്ടികളാണ് കടയിൽ നിൽക്കുന്നത്. ഹറാമാകുന്ന കാഴ്ച. അങ്ങനെ കാഴ്ച വെക്കുന്ന ആള് നരകത്തിൽ നിന്ന് മോചനാവോ? ഒരിക്കലുമില്ല. കണ്ണിനെ സൂക്ഷിക്കുന്നവനാണ് നരകത്തെ തൊട്ട് മോചിതരാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങള് 3 ആളുകളുടെ കണ്ണ് നരകത്തിൽ കടക്കൂല, അഥവാ നരകം അവർ കാണൂല, നരകത്തിൽ അവർ പ്രവേശിക്കൂല എന്ന് പറഞ്ഞതിൽ ഒന്നാമതായി പറഞ്ഞത് കണ്ണ് സൂക്ഷിക്കുന്നവരാണെങ്കിൽ, രണ്ടാമതായി നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്. തന്റെ കണ്ണുകൊണ്ട് പാതിരാത്രി സമയത്ത് അശ്ലീലത കാണാതെ നമസ്കാരത്തോട് നോമ്പ് പിടിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് പകൽ കഴിഞ്ഞതാകുന്ന മനുഷ്യൻ രാത്രിയിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാ, ദിക്ർ ചൊല്ലിക്കൊണ്ട് കഴിയുന്നതായ മനുഷ്യനാണ്, നമസ്കരിക്കുന്ന ഉമ്മയാണ്, ദീനീ ബോധമുള്ളതാകുന്ന സഹോദരനാണ്, ദിക്റും ഔറാദുമായി രാത്രിയെ ഉറക്കമൊഴിച്ചുകൊണ്ട് നിൽക്കുന്നതായ ആളാ. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകള് നാളെ മഹ്ശറയിൽ ഒരിക്കലും നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, റഹിമല്ലാഹു റജുലാ ഖാമ ഫിൽ ലൈൽ വഅയഖദ അഹ്ലഹു ഫഇന്നബത് നളഹ ഫീ വജ്ഹിഹൽ മാ വറഹിമല്ലാഹു ഇംറഅതാ ഖാമത് ഫിൽ ലൈൽ വഅയഖദത് അഹ്ലഹു ഫഇന്നബാ നളഹത് ഫീ വജ്ഹിഹിൽ മാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ചരിത്രം കൂടി പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിരമിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തെ റഹിമല്ലാഹു റജുലാ, ഒരു മനുഷ്യൻ അല്ലാഹു കരുണ ചെയ്യട്ടെ. എങ്ങനത്തെ സഹോദരൻ എന്നറിയുമോ? ഖാമ ഫിൽ ലൈൽ, രാത്രിയിൽ എണീറ്റിരിക്കുകയാണ്, എന്നിട്ട് നമസ്കരിക്കുകയാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നതായ മനുഷ്യനാണ്. വഅയഖദ അഹ്ലഹു, അവന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തെ, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, അവന്റെ മക്കളെ വിളിച്ചുണർത്തുകയാ, നമസ്കരിക്കാൻ വേണ്ടി പറയുകയാണ്. സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ സ്നേഹത്തോടുകൂടി വിളിച്ചുണർത്തുകയാണ്. ഫഇൻ അബത്, ആ ഭാര്യ ബലങ്ങി നിൽക്കുമ്പോ എനിക്ക് സുഖമില്ല, ഞാൻ അല്പം കൂടി കടക്കട്ടെ എന്ന് കളവ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാര്യയെ നളഹ ഫീ വജ്ഹിഹൽ മാ, അവളുടെ മുഖത്ത് സ്നേഹത്തോടുകൂടി വെള്ളം തളിച്ചുകൊണ്ട് എണീപ്പിക്കുന്നതായ ഭർത്താക്കന്മാരുണ്ടോ, അവർക്ക് കരുണ ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥനയാ, അള്ളാന്റെ റസൂലാണ് ദുആ ചെയ്തിരിക്കുന്നത്. ഉത്തരം കിട്ടാതിരിക്കോ? കിട്ടുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എന്ത് വേണം? നിസ്കരിക്കണം. എന്ത് നിസ്കരിക്കണം? രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ, ആദ്യം പറഞ്ഞതുപോലെ, ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ പൊട്ടിക്കറിഞ്ഞ് ദുആ ഇറക്കുക. ലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅക ദുആഇൽ ഗരീഖ് ഫിൽ ബഹർ. പൊട്ടിക്കറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ദുആ ഇറക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അള്ളാന്റെ റസൂൽ പിന്നെയും പറയും ഒരു ഹദീസ്, വറഹിമല്ലാഹു ഇംറഅതാ, ഒരു പെണ്ണിനും കൂടി അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ, അഥവാ ഒരു ഭാര്യയ്ക്കും അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. എങ്ങനത്തെ ഭാര്യ എന്നറിയുമോ? ഖാമത്ത് ഫിൽ ലൈൽ, രാത്രിയിൽ അവൾ എണീക്കുകയാണ്, വഅയഖദത് അഹ്ലഹാ, അവളുടെ കുടുംബത്തെ അവൾ വിളിച്ചുണർത്തുകയാണ്. രാത്രി നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരുത് ദുആ
ദുആയിരക്കുന്ന ഭാര്യ, അല്ലാഹുവേ ഞങ്ങൾക്ക് വീടില്ല റബ്ബേ, നല്ല വീട് നൽകണേ അല്ലാ. എന്റെ പാവപ്പെട്ട ഭർത്താവ് കിടന്നുറങ്ങുന്ന റബ്ബേ, പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്ത പട്ടിണി പാവമാണ്, നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, വിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. പൊട്ടിക്കരയി പെണ്ണേ, പടച്ച റബ്ബിലേക്ക് മുറിഞ്ഞു വീഴ് പെണ്ണേ, അല്ലാഹു ഉത്തരം ചെയ്യുമേ ചെയ്യുമേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ പെണ്ണ് നമസ്കരിച്ച് ദുആയിരുന്നുകൊണ്ട് ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. നമസ്കരിക്കാൻ വേണ്ടി പറയുമ്പോ ക്ഷീണിതനായി കിടക്കുന്ന, അലസനായി കിടക്കുന്ന ഭർത്താവ് ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്ന് പറയുമ്പോ, എന്റെ ഭർത്താവേ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കണ്ടയോ, നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഒരുമിക്കണം, നരകത്തെ തൊട്ട് മോചനം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തുന്നതാകുന്ന പെണ്ണില്ലയോ, ആ ഭർത്താവ് പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചാൽ റഹിമല്ലാഹു ഇംറഅതാ, ആ പെണ്ണിനും അല്ലാഹു കാരുണ്യം ചൊരിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. രാത്രി സമയത്ത് എണീറ്റിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരുന്ന് നരകമോചനം കിട്ടുന്ന ആളുകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ട് കണ്ണുകളെ പറഞ്ഞു, ഇനി ഒരു കണ്ണുകൂടി ഉണ്ട്. ഏതാണത്? പൊട്ടിക്കരയുന്ന പെണ്ണ്, പൊട്ടിക്കരയുന്ന സഹോദരൻ. വറജുലുൻ, ഒരു മനുഷ്യനാണ്, ഒരു സഹോദരനാണ്. വഅയ്നുൻ, ഒരു കണ്ണാണ്, കണ്ണാണ്. എങ്ങനത്തെ കണ്ണെന്നറിയുമോ? രാത്രി മുഴുവനും ഇരുന്നു കൊണ്ട് കരയുന്ന കണ്ണാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതാകുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് കണ്ണീര് അല്പമെങ്കിലും ഇറ്റിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു കൂട്ടത്തിലെങ്കിലും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആ കൂട്ടത്തിലെങ്കിലും നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മിസ്ല റഅസി ദുബാബ്, ഒരു ഈച്ചയുടെ അളവിൻ പ്രകാരമെങ്കിലും കണ്ണുനീര് റബ്ബിനെ ഓർത്ത് നരകത്തെ ഓർത്തുകൊണ്ട് കരയുന്ന ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് പറയാനാണ് ഞാൻ ഇത്രയും ഒങ്ങിയത്, അത് പറയാനാണ്. മൂന്ന് കൂട്ടരുടെ നരകമോചനത്തെയാണ് നമ്മൾ ഇന്ന് ആകെ വിവരിച്ചത്. ഒന്ന് കണ്ണിനെ സൂക്ഷിക്കുന്ന ആള്, മറ്റൊന്ന് ഉറക്കമൊഴിച്ചുകൊണ്ട് കണ്ണ് ഇബാദത്തെടുക്കുന്ന ആള്. എങ്ങനെ ഇബാദത്തെടുക്ക? സിനിമയും സീരിയലും കണ്ട് ഇബാദത്തെടുക്കല്ല, പിന്നെന്താ? അത് ഇബാദത്തല്ലല്ലോ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉറക്കൊഴിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നമസ്കാരം, ദിക്ർ, ഔറാദ്, അങ്ങനെ ഉറക്കമൊഴിക്കുക. നമ്മൾ റമദാനിലേക്ക് 27 ഇരുന്നത് പോലെ അങ്ങനെ ഉറക്കമൊഴിക്കുന്ന ഒരു കണ്ണ് നാളെ നരകത്തിൽ പ്രവേശിക്കൂല. അഥവാ കണ്ണുകൊണ്ട് ദേശം അവന്റെ ദാത്താണ്, അവന്റെ ശരീരം പ്രവേശിക്കൂല. മൂന്നാമത്തായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരീച്ചയുടെ അളവിൻ പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്ന ആള് ഏതൊരു മനുഷ്യനാണോ, ഒരു ഈച്ചയുടെ അളവെന്ന് പറഞ്ഞാൽ അല്പം, അങ്ങനെയെങ്കിലും കണ്ണുനീര് നരകത്തെ ഓർത്തിട്ട് കരഞ്ഞ മനുഷ്യൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത് മൂന്നും നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ. നരകത്തിന്റെ കൈകാലുകൾ, നരകത്തിന്റെ വായകൾ, നരകത്തിന്റെ പല്ലുകൾ, നരകത്തിന്റെ ചുണ്ടുകളൊക്കെ നമ്മൾ മുമ്പ് വിവരിച്ചതാണ്. അതിന്റെ കാസറ്റ് കിട്ടാത്തവർ നിങ്ങൾ സംഘാടകരുമായി ബന്ധപ്പെടുക, ഇൻഷാ അല്ലാഹ് അവരത് തരുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്, ആദ്യമായി പറഞ്ഞത് ഫിത്നയുടെ ഈ കാലഘട്ടമാണ്. ഈ ഫിത്നയുടെ കാലഘട്ടം മുമ്പോട്ട് പോകുമ്പോഴാണ് തുർക്കി നമുക്ക് നഷ്ടപ്പെടുക. ഈ തുർക്കി നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ് മഹദി ഇമാം കടന്നു വരിക. അദ്ദേഹം മദീനക്കാരനാണ്, ഫാത്തിമാവിയുടെ മക്കളിൽപ്പെട്ടവരാണ്, അഥവാ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അഹ്ലുബൈത്തിലൂടെയല്ലാതെ നവോത്ഥാനം ഈ ലോകത്ത് സാധ്യമായിട്ടില്ല. നവോത്ഥാന പ്രക്രിയ നടന്നിട്ടുള്ളത് മുഴുവനും പ്രവാചകന്റെ കുടുംബം മുഖേനയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നേതൃത്വം അലങ്കരിക്കുന്നത് ഉലമാക്കൾ, കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദന്മാരൊക്കെ, നമ്മുടെ ആലിമീങ്ങൾ, പണക്കാട് സയ്യിദന്മാർ, സാത്വികരാകുന്ന സയ്യിദന്മാരെയൊക്കെ നമ്മുടെ എല്ലാ തലപ്പത്തും നമ്മൾ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. സാദാത്തുക്കളെ കൊണ്ടല്ലാതെ
ഒരു നവോത്ഥാനം ഒരു കാലഘട്ടത്തിലും നടക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. 3 കണ്ണുകൾ നമ്മുടെ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല, അഥവാ ആ ശരീരം നരകത്തിൽ പ്രവേശിക്കൂല. അതിലൊന്ന് അവന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണാത്ത കണ്ണാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു മനുഷ്യന് സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ, ആ സൗന്ദര്യത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങേയറ്റം എത്തിത്തീരണമെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, സൗന്ദര്യം ഉണ്ടാവുക അവൻ ഹറാമ് കാണാതിരിക്കുമ്പോഴാണ്, ഹറാമ് ദർശിക്കാതിരിക്കുമ്പോഴാണ്. ഹറാമ് കാണാത്തതാകുന്ന കണ്ണ് അങ്ങനെ ഉണ്ട് എങ്കിൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ഫെറാലോലി തേക്കണ്ട, ഒന്നും തേക്കണ്ട, മുഖം പ്രശോഭിതമാകും, ഈമാനികമാകുന്ന പ്രകാശം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമതായി പറയുന്ന നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം ഉറക്കമൊഴിക്കുക. അല്ലാഹുവിന് ഇബാദത്തിന് വേണ്ടി ഉറക്കമൊഴിക്കുക. നമ്മുടെ ഈ സദസ്സ് ഒരു ഇബാദത്താണ്. ഈ രാത്രിയെ അത്തരത്തിൽ സാക്ഷിപത്രമാക്കുമാറാവട്ടെ. അള്ളാഹിന്റെ കോടതിയിൽ പടച്ച റബ്ബേ, ഇന്ന ദിവസം ഇന്ന രാവ് ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വഅദ് കേട്ടതിന്റെ പേരിൽ പടച്ച റബ്ബേ, ആ ഉറക്കമൊഴിച്ചതിന്റെ പേരിലെങ്കിലും നരകത്തിൽ എന്നെ നീ ഇടരുത് എന്ന് പറയാൻ പറ്റുന്ന ഒരു രാവാക്കി പടച്ച റബ്ബ് ഈ രാവിനെ കബൂലാക്കുമാറാവട്ടെ. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, റബ്ബിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്നതാകുന്ന കണ്ണുണ്ടോ, ആ കണ്ണൊരിക്കലും, ആ ശരീരം ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്നുള്ള മോചനം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് അടുത്തിട്ടോ, വേഗം വാ. ആ ഏറ്റവും ബാക്കി നിൽക്കുന്ന മുഴുവൻ ആളുകൾ എല്ലാവരും വാ, ബിസ്മില്ലാ, എല്ലാവരും എടുത്തിട്ടോ, കസേരയോടെ കിടന്നോട്ടെ, എല്ലാവരും വാ. രോഗം വല്ലാതെ കാർന്ന് തിന്നുന്ന സമയമാണിപ്പോ. നല്ല ഓർമ്മശക്തി വേണം നമുക്ക്. മക്കൾക്കൊക്കെ ഓർമ്മശക്തി വേണം. ഓർമ്മ നശിച്ച് അൽഷിമേഴ്സിന്റെ അസുഖം പെടുന്ന എത്ര ആളുകളാണ്, നിന്ന നിപ്പില് മസ്തിഷ്ക മരണം സംഭവിച്ച് മരണപ്പെടുന്ന എത്ര ആളുകളാണ്. അള്ളാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരം 5 വഖത്ത് നിർവഹിക്കുക. ഒരു മരുന്ന് പറഞ്ഞു തരാണ്. നമസ്കാരം 5 വഖത്ത് നിർവഹിക്കുക. നിർവഹിച്ചതിന് ശേഷം അലം നശ്റഹ് സൂറത്ത് 11 പ്രാവശ്യം ഓതുക. അലം നശ്റഹ് സൂറത്ത് ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചതാണ് തുടക്കത്തിൽ. ആ സൂറത്ത് 11 പ്രാവശ്യം ഓതുക. ഓർമ്മശക്തി ഉണ്ടായി. എന്റെ ഉസ്താദെ, നമുക്ക് സൂറത്തൊന്നും അറിയൂല, നമ്മൾ മദ്രസയിലൊന്നും പോയിട്ടില്ല, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടോ. അള്ളാഹു നമുക്ക് അറിവ് എത്തി തരുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകൾ വലത് കൈ നേരെ നെഞ്ചത്തിങ്ങനെ വെക്കുക. ഈ സൂറത്ത് ഓതിയവരും അല്ലാത്തവരും എല്ലാവരും ഒന്ന് വെച്ച് വലത് കൈ നെഞ്ചത്തൊന്ന് വെച്ച്, നെഞ്ചത്ത് വെക്കുക, തലയിലല്ലേ വെച്ചാ. വെച്ചതിന് ശേഷം യാ ഹയ്യോ യാ ഖയ്യൂം, യാ ഹയ്യോ യാ ഖയ്യൂം, യാ ഹയ്യോ യാ ഖയ്യൂം 41 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 41 പ്രാവശ്യം. ഇത് ചെല്ലിയതിനു ശേഷം കഴിഞ്ഞില്ല, കയ്യോട് നടക്കല്. എന്നിട്ട് ഒരു ദുആ ഉണ്ട്. ഇച്ചിരി ക്ഷമ വേണം, ഓർമ്മ വേണ്ടേ? ഓർമ്മയിലെല്ലാം പോയി. കാരണം നമ്മുടെ മക്കള് നമുക്ക് ഗുളിക തരണമെങ്കിൽ തന്നെ, സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഗുളിക വേണം തരണമെങ്കിൽ തന്നെ, കൃത്യമായി തരണമെങ്കിൽ എന്ത് വേണം? ഓർമ്മ വേണം. മക്കള് മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് പോക്ക്. അള്ളാഹു ആത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. എന്താ കാരണം? വാപ്പാക്ക് ഈ ഗുളിക കൊടുത്തില്ലെങ്കിൽ വാപ്പാക്ക് എന്താ ഓർമ്മയില്ല, കൊടുത്താലും ഓർമ്മയില്ല, കൊടുത്തില്ലേലും ഓർമ്മയില്ല. അപ്പൊ കൊടുക്കാതിരിക്കലല്ലേ, വാപ്പ അവിടെ കിടക്കട്ടെ. എനിക്ക് നല്ല പരിചയമുള്ള എത്രയോ കുടുംബങ്ങൾ. ആലപ്പുഴയിൽ ഒരു സഹോദരൻ, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ളതാകുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ വീട്, ഞാനൊരു വീടിന് വേണ്ടി കഷ്ടപ്പെട്ട അവസാനം പണയത്തിന് വേണ്ടി, ഇവിടെ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്കൊക്കെ പണയത്തിന്, സംഭവം ഹറാമാണ്. കാരണം 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിനെടുത്ത വീട്ടിൽ താമസിക്കുന്നു. 1 കൊല്ലം കഴിയുമ്പോൾ ആ പൈസ എന്ത് ചെയ്യുക? റിട്ടേൺ തിരിച്ചു വാങ്ങിക്കൊണ്ട് പോവുക. ആ വീട്ടിൽ താമസിക്കുന്നതിനുള്ള ഒരു പ്രതിഫലവും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് അത് ഹറാമാണ്. നേരെ മറിച്ച് 50,000 രൂപ അഡ്വാൻസ് കൊടുത്ത്, അഡ്വാൻസ് നമ്മൾ കൊടുത്തതിന് ശേഷം വീട്ടിൽ കയറി താമസിക്കുന്നു. മാസം മാസം ഓരോ തവണകളായിട്ട് എന്തെങ്കിലും അടവ് അഥവാ വാടക ഇനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനുവദനീയമാണ്. അങ്ങനെ അല്ലാത്ത നിലയ്ക്ക് അത് ഹറാമാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാനൊരു വീട്ടിൽ ചെന്നു, 2 ലക്ഷം രൂപയ്ക്ക് വീട് തരാമെന്ന് പറഞ്ഞു. ചെറിയൊരു വീടാണ്, 2 കിടപ്പുമുറിയുണ്ട്, ഒരു ചെറിയൊരു അടുക്കളയുണ്ട്. എന്നോട് പറഞ്ഞു, ഈ റൂം നിങ്ങൾ എടുത്തോ, റാഹത്തായിക്കോ, ഇവിടെ തന്നെ നിങ്ങൾ കുടുംബമായിട്ട് കഴിയാം. അടച്ചിട്ട ഒരു റൂം ഒരു മൂലയ്ക്ക് കണ്ടു, 3ാമതൊരു മുറി. ഞാനത് തുറക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തുറക്കണ്ട, ആ റൂമിലുള്ള സാധനത്തെ, പുരാവസ്തു
പുരാവസ്തു കൂടി നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് ഈ വീട് നൽകുന്നതായിരിക്കും. ഞാൻ ആ റൂമൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇരിക്കുന്നത് ഒരു പാവപ്പെട്ട ഉമ്മയാണ്. ഞാൻ ചോദിച്ചു ഇതാരാണ്? അദ്ദേഹം പറഞ്ഞു ഇതെന്റെ ഉമ്മയാണ്. ആരാ ഇത് പറയുന്നത്? ഒരു മുസ്ലിം സഹോദരൻ. അല്ലാഹു ആതിരക്ഷിക്കട്ടെ. സ്വന്തം ഉമ്മയെ 50,000 രൂപയ്ക്ക് മറ്റുള്ളവർക്ക് കച്ചവടക്കരക്കാക്കി, അഥവാ ആ ഉമ്മയെ കൂടി തീറ്റിപ്പോറ്റാമെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പണയത്തിന് എന്റെ വീട് തരാമെന്ന് മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇന്ന് ഈ കേരളം, കൊച്ചു കേരളം, സംസ്കാര ശൂന്യമാകുന്ന കേരളം, സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ കേരളം എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക നമ്മൾ. അല്ലാഹു ആതിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്താ പറ്റിയത്? ഓർമ്മ പോയ ഉമ്മാടെ. അപ്പൊ നോക്കുന്നതിന് കൂലി മക്കൾ വലിയ കണക്കാക്കുന്നില്ല. ഉമ്മാക്കും വാപ്പാക്കും ഓർമ്മയുള്ള കാലത്തോളം നോക്കും. ഉമ്മായും വാപ്പായും നീ ഏതാടാ മോനെ എന്ന് 10 വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾ തിരിഞ്ഞു നോക്കൂല. മക്കളുടെ മുഖം കണ്ട് കറക്കും. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണം. എന്നാ ദുആ വേണമെന്ന് പറഞ്ഞ് എപ്പോഴും ദുആ ഇറക്കുക. അതുകൊണ്ട് ഇത് വാപ്പാക്കും ഉമ്മാക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കൊച്ചു കുട്ടികൾക്കും സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഉൾപ്പെടെ ഉപകരിക്കുന്ന ദിക്റായി പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ചെയ്തോണം. സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്റുകൾ ഔറാദുകളൊക്കെ കഴിഞ്ഞ് ഉദയത്തിന് മുമ്പായിട്ട്, എണീക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഇരുന്നിട്ട് അലം നശ്റഹ് സൂറത്ത് 11 വട്ടം അറിയാവുന്നവരെ ഓതിയിട്ട് വലത് കൈ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം എത്ര പ്രാവശ്യം, എന്നിട്ടൊരു ദുആ 41 വട്ടം പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഒരു ദുആ, അല്ലാഹുമ്മ അഹീ ഖൽബി ബിനൂരി മഅരിഫതിക, അല്ലാഹുമ്മ അഹീ ഖൽബി ബിനൂരി മഅരിഫതിക. പടച്ച റബ്ബേ, നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഹീ ഖൽബി ബിനൂരി മഅരിഫതിക. നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചത്തേക്ക് ഊതട്ടെ. അവന്റെ നെഞ്ചത്തേക്ക് ഊതണം. എങ്ങനെ ഊതണം? ഇസ്ഫി 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 എന്ന് പറഞ്ഞു. എങ്ങനെ ഊതണം? ഊതങ്ങോട്ട് നെഞ്ചത്തേക്ക് ഊത്. ഇത് കാറ്റ് ഫൂ ഫൂ എന്ന് ഊതാ. ഫൂ ഫൂ എന്ന് ഊതിയാൽ പല്ല് കറിച്ച് പറയും. ഇഷ്ഫി എന്നാണ് ഊതുന്നത്. ഇതിനൊക്കെ അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസ്താദ്മാരെ കൊണ്ട് വെള്ളം വന്നിരിച്ചും ചൂരുമാറ്റി നമ്മൾ കയറും. ഇതൊക്കെ തട്ടിപ്പാണ്. എന്ത് ആകെ അവൻ കൊടുക്കുന്നത് 50 രൂപയാണ്. ഉസ്താദ് ഭയങ്കര കാര്യത്തിൽ ഇവനിങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുക. 10ന്റെ 5 നോട്ട് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. പെരുന്നാപ്പൊടിയൊക്കെ ഉസ്താദ്മാർക്ക് കൊടുക്കുന്ന ഈ തരത്തിലാണ്. റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊടുക്കുക. ഉസ്താദ് ഇങ്ങനെ കൈക്ക് പിടിച്ചിട്ട് അദ്ദേഹത്തെ പെട്ടെന്ന് പ്രത്യേക മുസാഫത്ത് ചെയ്യും. കാരണം 5000 രൂപ എനിക്ക് തന്ന മനുഷ്യനാണ്. അവസാനം ഇത് പോക്കറ്റിലിട്ട് റൂമിൽ ചെന്നിട്ട് എണ്ണി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതെന്താ സംഭവം? 50 രൂപയുള്ളൂ. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ട്? നമ്മ പ്രശ്നമില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്നേഹമുള്ള നാട്ടുകാരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹല്ലൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്ത ആളുകളുണ്ടായി. നമ്മളങ്ങനെ ചെയ്യുമല്ലോ. എന്ത് ചെയ്യും? ഉസ്താദ്മാർക്ക് കൊടുക്കുമ്പോൾ നീ കവറൊക്കെ നമ്മൾ കട്ടിക്ക് 10ന്റെ നോട്ട് അട്ടിക്കിട്ടിട്ട് കവറിനകത്ത് വെച്ച് കൊടുക്കുക. എന്താ പറയുക? ഉസ്താദിനോട് പിടിക്കുമ്പോൾ ഉസ്താദിന് തോന്നുന്നു കനത്തിൽ പെരുന്നാപ്പൊടിയൊക്കെ ഉസ്താദ്മാർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത്. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഇപ്പൊ 2000 നോട്ടൊക്കെ വളരെ കനം കുറവാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ അത്രത്തോളം ഇല്ല. ഉസ്താദിന്റെ കൈ കൊടുക്കുമ്പോൾ ഉസ്താദ് ആ മുസാഫത്തൊന്ന് ശിദ്ദത്താക്കിക്കോട്ടെ. അതിനുവേണ്ടി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. സാമ്പത്തിക ഭദ്രത അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ എന്ത് വേണം? യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഒന്ന് ഉറക്കെ പറഞ്ഞേ, അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഒന്നും കൂടി, അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഉറക്കെ ഒന്നും കൂടി, അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. അറബി അറിയാത്തവർ അല്ലാഹുവേ നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇസ്ഫി ഇസ്ഫി ഇസ്ഫി. അതിന്റെ അർത്ഥം എന്താ? നീ ശിഫയാക്ക് അല്ലാഹു, നീ ശിഫയാക്ക് അല്ലാഹു, നീ ശിഫയാക്ക് അല്ലാഹു എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ഫി ഇസ്ഫി ഇസ്ഫി. അതിങ്ങനെ ഊതുമ്പോൾ ചെറിയൊരു കാറ്റ് ഇങ്ങനെ വരിക. ആ കാറ്റ് നെഞ്ചത്ത് വരിക. ഇസ്ഫി ഇസ്ഫി ഇസ്ഫി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്യുന്നവർക്ക് മരണം വരെയും ഓർമ്മ നശിക്കൂല. ഇത് മുജറബാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട സംഗതിയാണ്. ഓർമ്മ നശിക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെയ്യൂല ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറയും. ഒന്നും കൂടി, ഏക് ബാർ. അല്ലാഹു തൗഫീഖ് തരട്ടെ.